everyone, welcome back to my YouTube channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് ഞാൻ അറൗണ്ട് ഒരു 1 മന്തിൻ്റെ അടുക്കായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞ ഡിസംബർ 8-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളങ്ങനെ വീഡിയോ ഇട്ടിട്ടില്ല. വീഡിയോ ഞാൻ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് പകുതി വെച്ചതുണ്ട്, എഡിറ്റ് ചെയ്യാൻ വെച്ച് പകുതി വെച്ചതുണ്ട്. അപ്പം അതൊന്നും എനിക്ക് ഇടാൻ വേണ്ടി പറ്റാത്തതിനൊരു മെയിൻ കാരണമുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് 2 പണി കിട്ടി ഒരുമിച്ച് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ക്ലിയറും കാര്യങ്ങളും അതിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ക്യാമറൻ്റെ ബാറ്ററിക്ക് പണി കിട്ടി. പിന്നെ ഷൂട്ടിങ് നടക്കില്ലല്ലോ. പിന്നെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഫോണാണ്. ഫോണും അതേപോലെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി ഫോൺ കംപ്ലൈൻ്റ് ആയി. അപ്പം രണ്ടും ഒരേ ടൈമിലായതുകൊണ്ട് തന്നെ പിന്നെ ഷൂട്ട് ചെയ്തൊന്നും നടന്നിട്ടില്ല. ഞാൻ ക്രിസ്മസിൻ്റെ ഒക്കെ പകുതിയാക്കി വെച്ചതുണ്ട്. ന്യൂ ഇയറിൻ്റെത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ന്യൂ ഇയറിന് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കോട്. അപ്പം അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അവയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരേ സമയത്ത് തന്നെ രണ്ടും കേടായും ചെയ്ത് പണി കിട്ടുകയും ചെയ്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ കറക്റ്റായിട്ട് പോകുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ഒരു പണി കിട്ടുക. അതുപോലൊരു പണിയാണ് എനിക്കിപ്പം കിട്ടിയത്. അപ്പം ഇപ്പം ഇല്ല, എനിക്ക് അന്ന് കിട്ടിയത്. ഇപ്പം ഏകദേശം റെഡി ആയിട്ടോ. അപ്പം അന്ന് അങ്ങനെ ഒരു പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഏതൊക്കെയോ ഉള്ള 1-2 ഷോർട്ട്സ് എന്തോ ഞാൻ ഇട്ടിക്കണം, അത്ര തന്നെ. അപ്പം രണ്ടും ഒരേ ടൈമിൽ തന്നെ കേടായതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള പണിയാണ് കിട്ടിയത്. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ സങ്കടമൊക്കെ പെട്ട്, പക്ഷേ ന്യൂ ഇയറിൻ്റെ സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് ന്യൂ ഇയർ കുറച്ച് അടിച്ചു പൊളിച്ചു. പക്ഷെ അതൊക്കെ ഞാൻ അവിടെ ഇവിടെ പോയതൊക്കെ കവർ ചെയ്യാൻ വിചാരിച്ചു. അതൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞ് തിരിച്ച് ഞാൻ കണ്ണൂരിലേക്ക് തന്നെ പോയപ്പം ഭയങ്കര സന്തോഷമായി. എന്താണെന്നല്ലേ, അപ്പം എനിക്ക് പുതിയ ഫോണ് കിട്ടി. അപ്പം ആ ഫോണിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. പുതിയ ഫോൺ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാല്ലാ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നല്ല രീതിക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഹെൽത്തും കൂടി റെഡി ആണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇനി അങ്ങോട്ടേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെയാണുള്ളത്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൈഫ് അപ്ഡേറ്റ്സ് തരാം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ വീണ്ടും ചെയ്യല്ല. അപ്പം ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൻ്റെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു 2025 ഒരു 2025 ഫസ്റ്റ് വീഡിയോ ആയിരിക്കും, ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ മുന്നേ മേ ബി ഞാൻ ഷോർട്ട്സ് എന്തെങ്കിലും ഇടുമായിരിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. ലൈഫ് അപ്ഡേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആക്ച്വലി ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലെത്തി. ഞാനിപ്പോൾ കാലിക്കറ്റാണുള്ളത്. ഞാൻ 2-3 ഡേയ്സ് ബാക്ക് എൻ്റെ വീട്ടിലെത്തി. എനിക്കിപ്പോൾ 7th മന്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 7th മന്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 8th മന്ത് ഒരു ലാസ്റ്റിലേക്കൊക്കെയാണ് ഞാൻ 8th മന്ത് പകുതിയോ ലാസ്റ്റിലേക്കിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. ആ ടൈമിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒരു 7th മന്തിൻ്റെ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. 7ാം മാസത്തെ ആ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അങ്ങനത്തെ പരിപാടി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാനും അസിയും ഐജി ബേബിയും കൂടെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട്ടിലാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ചൂടാണ് ഇവിടെ. ഇപ്പോൾ തന്നെ ഞാൻ വിൻഡോ എല്ലാം ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നല്ല വെളിച്ചും അതുപോലെ തന്നെ അത്യാവശ്യം കാറ്റും കിട്ടും. പക്ഷേ ഭയങ്കര സൗണ്ട് ആയിരിക്കും അപ്പുറത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിൻഡോ ഫുൾ ക്ലോസ് ചെയ്ത് ഫാൻ വരെ ഓഫാക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതെന്തായാലും എൻ്റെ ഫേസിൽ കാണാനുണ്ടാവും വിയർത്തിട്ട്. അപ്പം അതൊക്കെ ഇഗ്നോർ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ എനിക്ക് 7th മന്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പോൾ വീട്ടിലെത്തി. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ 7th മന്തിൻ്റെ ഫംഗ്ഷനൊന്നും ഇപ്രാവശ്യം വെച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഐസ് ബേബീനെ ക്യാരി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്താണ് അങ്ങനത്തെ പരിപാടികളൊന്നും തന്നെ വേണ്ട.
പിന്നെ ഫസ്റ്റ് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇതുണ്ടാവില്ല, ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ കുറച്ച് എന്താണ് ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ സാന്റോന്നിൻ്റെ അങ്ങനെ ചെയ്യാന്നുള്ളതിലാണ് നമ്മളത് ആ പരിപാടികളൊക്കെ ചെയ്തത്. പിന്നെ ഒന്നാമത് ഇത് ആക്ച്വലി ഒരു ചടങ്ങായിട്ടുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. ഈ ഇവിടെ നാളെ അങ്ങോട്ട് വന്ന് അങ്ങനെ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാവരെയും വിളിച്ചു വരുത്തി അത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഒന്നാമത് നമ്മൾ കുറച്ച് ലോങ് ആണ്, നമ്മൾ കാലിക്കറ്റും കണ്ണൂരിൽ നിന്ന് പോകണം, പയ്യന്നൂർ അടുത്തല്ല, അപ്പം കുറച്ച് ലോങ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. പിന്നെ ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രെയിനിലാണ് എല്ലാവരും കൂടെ വന്നത്. അപ്പം ട്രെയിനിലാണെങ്കിൽ തന്നെ മോർണിംഗ് ഇന്ന ടൈമിൽ ട്രെയിനുള്ളൂ, ഈവനിങ് ഇന്ന ടൈമിലെ ട്രെയിനുള്ളൂ. അപ്പം ആ ഒരു ട്രെയിനിൻ്റെ ടൈമൊക്കെ എന്താണ് മാനേജ് ചെയ്തിട്ട് വരണം. പിന്നെ മെയിനായിട്ട് എൻ്റെ ലഗേജ് ആണെങ്കിൽ കുറേ ഉണ്ടാവും. കാരണം ഞാൻ എവിടെ ഉള്ളത് അവിടെ എനിക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഗേജ് തന്നെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എല്ലാം കൂടെ കെട്ടി വലിച്ച് പാക്ക് ചെയ്തിട്ട് എന്താണ് നമ്മൾ ട്രെയിനിൽ ആണ് കൊണ്ടുവന്നത്. അതൊക്കെ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പണി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ഇപ്രാവശ്യം ചെയ്യാണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് തന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഇപ്രാവശ്യം ഹൈജി ബേബി ഉണ്ടല്ലോ, ഹൈജേബിയുടെ ലഗേജും മിൻഡോതും ഹൈജേബിൻ്റെ ടോയ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹൈജേബിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ അതൊക്കെ പാടെടുത്തിട്ട് നമ്മൾ കാറിൽ തന്നെയാണ് ഞാനും അസിയും ഹൈജിയും കൂടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമ്മൾ വണ്ടി എടുത്തിട്ട് വന്ന് പെട്ടത് കാര്യവും കഴിഞ്ഞ് വീട്ടിലെത്തി. 3rd മന്തിന് ശേഷം ഞാൻ അവിടെയാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അത് മാറ്റിയിട്ട് ഇവിടെ വീണ്ടും കാണിക്കണം. പിന്നെ അവിടുന്ന് ഫയലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഹെൽത്തിൻ്റെ എന്താ അവസ്ഥ എന്നൊക്കെ എന്നിട്ട് അറിയാം. അപ്പം അങ്ങനെയാണുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു പ്രഗ്നൻസീൻ്റെ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അസിൻ്റെ അടുത്ത് കുറേ അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും കൂടി ഈ സമയത്ത് നമ്മളെ കംഫർട്ടബിൾ അല്ല നോക്കേണ്ടത്. നമ്മളെ ഹെൽത്ത്, നമ്മളെ മെൻ്റൽ ഹെൽത്ത്, നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് കംഫർട്ടബിൾ അല്ല നമ്മളിപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ഇവിടെ നിൽക്കുന്നതാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഒന്നാമത് ഇപ്പോൾ ഹൈജി ബേബി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എനിക്ക് ഇന്നെ മാത്രം ടേക്ക് കെയർ ചെയ്ത് പോയാൽ മതി. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് ഐജേബിനെ ടേക്ക് കെയർ ചെയ്യണം. ഐജേബിൻ്റെ പിന്നാലെ ഓടണം. ഐജേബിക്ക് ഇപ്പം 2 ഇയറും ഒരു 4 മന്ത്സും ആയിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തുള്ള കുറച്ച് കുരുത്തക്കേട് ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക, പിടിച്ച് വലിച്ചിടുക, വെള്ളം കണ്ടാൽ ഭയങ്കര പ്രശ്നം, വെള്ളം കണ്ടാൽ അവിടെ മറിച്ചിടുക, അപ്പം അത് തുടയ്ക്കണം. അങ്ങനത്തെ കുറേ പണിയായിട്ട് ഐജേബിനും പിന്നാലെ ഇങ്ങനെ ഓടണം. പിന്നെ ഐജേബിനെ കുളിപ്പിക്കുക, അതാക്കാൻ തന്നെ. അപ്പം എനിക്ക് കുനിഞ്ഞ് നിന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് വയ്യാണ്ടാവുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും കൂടി വയ്യായിക ഫീൽ ചെയ്യുന്നു. അതായത് വയ്യായിക എന്ന് പറയുമ്പോൾ ഭയങ്കര വയ്യായിക അങ്ങനെ ഒന്നല്ല, പക്ഷെ മെൻ്റലി ഓക്കെ അല്ല, ഫിസിക്കലി വലിയ കുഴപ്പമില്ല, പക്ഷെ മെൻ്റലി അത്ര വലിയ ഓക്കെ അല്ല. പിന്നെ കഴിഞ്ഞ പ്രഗ്നൻസി കമ്പയർ ചെയ്യുമ്പോൾ ഈ ടൈമിലേക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ ഞാൻ ഒട്ടും ഈ അടുത്ത ഈ ഒരു കഴിഞ്ഞ മാസമൊക്കെ ആയിരിക്കും, കഴിഞ്ഞ ഒരു 6th മന്തിലൊക്കെയാണ് ഞാൻ ഏകദേശം ഈ ഒരു പ്രഗ്നൻസി ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്തത് വരെ കേട്ടോ. അതിൻ്റെ ആ ഒരു 4-5 മന്ത്സ് വരെ എനിക്കിതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു. ഒന്നാമത് ഹൈസ് ബേബി ചെറുതാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങനത്തെ കുറേ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഫോൺ കിട്ടി 2025 എൻ്റെ ഒരു ഫസ്റ്റ് ഗിഫ്റ്റ് എന്നൊക്കെ ഒരു ഫോൺ കിട്ടി. പിന്നെ നമ്മളൊരു ഷോപ്പ് ഓപ്പൺ ആക്കി കേട്ടോ. അതിൻ്റെ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു ഹോട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവരുടെ നാട്ടിൽ തന്നെയാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ ഷോപ്പ് ഓപ്പൺ ആക്കിയോണ്ട് തന്നെ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളായിട്ട് അസി അവിടെ തന്നെയാണ്. അപ്പം നമ്മളവിടെ കൊണ്ടാക്കിയിട്ട് അസി തിരിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് അസിൻ്റെ ഉള്ളാടെ ഒരു ടൈം നമുക്ക് അങ്ങനെ കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല, അസിൻ്റെ കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ആള് കൂടെ ഇല്ല. പക്ഷെ അതിൻ്റെ കുറച്ചൊരു ഈ ലാസ്റ്റിലേക്ക് എത്തും, ഫസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ ലാസ്റ്റിലേക്ക് എത്തിയപ്പം അങ്ങനെ കൂടെ ഇല്ലാത്തപ്പോഴുള്ള കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ ഓക്കെയാണ്. ലീവുള്ള സമയത്തും ഇങ്ങോട്ടേക്ക് വരും. ലീവുള്ള സമയത്ത് വരും, ഒറ്റ ദിവസം ലീവുണ്ടാവുള്ളൂ. അപ്പം നെക്സ്റ്റ് ഡേ തന്നെ തിരിച്ചു പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം അതാണുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കി അൽഹംദുലില്ലാ. ഈ ഒരു 2025 ഇങ്ങനെ നല്ലൊരു സ്റ്റാർട്ടപ്പാണ് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസ്, ഇനി അങ്ങോട്ടേക്ക്
കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ പ്രഗ്നൻസീൻ്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ, പിന്നെ സ്റ്റൈലിംഗ് വീഡിയോസ്. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഡ്രസ്സ് കളഞ്ഞിട്ട് ഇങ്ങനെ ഡ്രസ്സ് വാങ്ങുന്നുണ്ടെന്ന്. പക്ഷേ ഈ പ്രാവശ്യം ഉള്ളതിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടും എന്തെങ്കിലും ഇതിൽ സ്റ്റൈൽ ചെയ്യാന്നുള്ളതിൽ എനിക്കിപ്പം ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാനുള്ള ഒരു മൂഡാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടേക്ക് കുറച്ച് സ്റ്റൈലിംഗ് വീഡിയോസ് അല്ലെങ്കിൽ പ്രഗ്നൻസിൻ്റെ ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ കുറച്ച് വീഡിയോസ് എടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കുറച്ച് പ്ലാൻ ഉണ്ട്. പിന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ മൈ ഡേ, നോർമൽ പ്രഗ്നൻസിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ, പിന്നെ ഒറ്റാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുട്ടി ഹോൾ വീഡിയോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി വീഡിയോസ് അങ്ങോട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ ഹെൽത്തും കൂടി ഓക്കെ ആയാൽ മതി. ഹെൽത്തും കൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ എൻ്റെ പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഇടാത്തതുകൊണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട്. അപ്പം പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം ആൻഡ് കോമെൻറ്റ് ചെയ്യാം. ആൻഡ് എന്ത് ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതും കോമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വീഡിയോ ഇനിയും എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹെൽത്ത് ഓക്കെ ആവാനും ഹെൽത്തൊക്കെ അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രയറിൽ എന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരാം. ഇപ്പോൾ വീണ്ടും സൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഈ വീഡിയോസിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് വയ്യ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.